അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലെ മറ്റ് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ്, ഇപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ആളുകൾ പോലും ഒരു സീനിൽ വന്ന കൽപ്പന, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഈ പെയർ ഇന്നസെൻറ്റും ഭാര്യയും, അവരൊരു ഒരു ക്യൂട്ടായിട്ടുള്ള എല്ലാവരും അങ്ങനെയല്ല. ഒരു സിനിമയിലെ വലിയ റോളുകൾ ചെയ്യുന്നതിനേക്കാളും ചെറിയ റോളുകൾ ചെയ്യുന്ന ഒരാൾ വിചാരിച്ചാൽ സിനിമ മോശമായി. സിനിമ മോശം സത്യമല്ലാന്ന് തോന്നിപ്പിക്കാൻ ഒരു പോസ്റ്റ്മാൻ മതി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചായ കൊണ്ടുവരുന്ന ഒരാൾ മതി എന്ന് പറയും. ഓ ഇത് സിനിമയാണല്ലോ എന്ന് തോന്നിപ്പിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ഏറ്റവും മനോഹരമായൊരു പാട്ട്, കഥ പറയുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് ഫുഡിൻ്റെ കാര്യം പറയുന്നു. കൊഞ്ചുണ്ട്. അത് ഭയങ്കര ബ്ലാക്ക് ഹ്യൂമറാണ്. അത് ആളുകൾ പെട്ടെന്നൊന്ന് റിലാക്സ്ഡ് ആകും. അതുപോലെ ആ കുട്ടി പറയുന്നില്ല, എനിക്ക് ഇഷാൻ ഫിലിപ്പിന് എന്നോട് ലവാണ്. അപ്പോൾ അതെങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ആ പാട്ടിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ഒരു ക്ലൈമാക്സ് രൂപപ്പെടുന്നത്. പുറത്ത് അഹമ്മദ് ആ ഭാഗത്തു നിന്നാണ് കണ്ടത്. അവരെ പറഞ്ഞ് ഇത്രയും മനോഹരമായ ഒരു പോയറ്റിക് എൻഡിങ് കണ്ടിട്ടില്ല. അതാണ് തീർന്നത് അറിഞ്ഞില്ല. ഒരു മഴയിലേക്ക് അതങ്ങനെ പോയി അയാൾ വീണ്ടും എഴുതാൻ പറഞ്ഞതും പറയാത്തതുമായ കഥകൾ. ദീപ എന്നയാൾ പേരെടുത്ത് പറയുന്നത്, പറയൂ ദീപ, വക്കീൽ പോയി, അതൊക്കെ മൈന്യൂട്ട് സാധനങ്ങളാണ്. പണ്ട് നമ്മൾ ടി പി ബാലഗോപാലൻ എം എ എന്നുള്ള സിനിമ ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് ടി പി ബാലഗോപാലൻ എം എ. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ടി പി മാഞ്ഞു പോകും, എം എയും മാഞ്ഞു പോയി, ബാലഗോപാലനിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് ചെറിയ സൂചനയാണ്. കാരണം അവന് അലങ്കാരങ്ങളില്ല. അവൻ നാട്ടുമ്പുറത്തേക്ക് അവൻ്റെ അമ്മൂമ്മയുടെ കൈയും പിടിച്ച് ബാലഗോപാലൻ നടന്നു എന്ന് പറയുന്നൊരു പോയറ്റിക് എൻഡാണ്. ഞാൻ ലാലിൻ്റെ ഒരു ടാലൻ്റ്, അല്ലെങ്കിൽ ലാൽ എന്ന് പറയുന്ന നടനെ തിരിച്ചറിഞ്ഞൊരു നിമിഷം പറയട്ടെ. നമുക്കിപ്പോൾ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളെ ഞാൻ കണ്ടു, അതിമനോഹരമായിട്ട് ലാൽ പ്രസൻറ്റ് ചെയ്തു. വേറെ ചില പടങ്ങൾ ആ കാലത്ത് ലാൽ വില്ലനായിട്ട് അഭിനയിച്ചു. ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ആക്ടിങ്, അധികം കോക്രി കാണിക്കാതെ ഡയലോഗ് വളരെ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു രീതി. അന്ന് എൻ്റെ സിനിമകൾ സ്ഥിരമായിട്ട് സുകുമാരനും അല്ലെങ്കിൽ നെടുമുടി ഒക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പുണ്ണി എന്നുള്ള സിനിമ കാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഈ മേനോനായിട്ട് ലാലിനെ ഞാൻ കാസ്റ്റ് ചെയ്തത് വീക്കെൻഡായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. വീക്കെൻഡിൻ്റെ അടുത്ത് വീക്കെൻഡ് സിനിമ കാണുന്ന ഒരാളായിരുന്നു. വീക്കെൻഡ് അന്ന് മാളുവമ്മയായിട്ട് സുകുമാരി ചെയ്തതാണെന്നായിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാളുവമ്മയാക്കിയ സുകുമാരി രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ഗോപിച്ചേട്ടൻ ചെയ്യുന്നു. മേനോൻ ആരാണ്? ഞാൻ പറഞ്ഞു മേനോൻ മോഹൻലാലാണ്. പുള്ളി ആദ്യം ചിരിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതാണ്, കാര്യം അയാളൊരു വില്ലനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളല്ലേ, കഥയിലൊരു വില്ലൻ വരുന്ന ആളുകൾക്ക് തോന്നിയേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് വില്ലനായിട്ട് ലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ പാവം മേനോനായിട്ട്. അപ്പോൾ വീക്കെൻഡ് പോലും പറഞ്ഞത് ഒരു വില്ലൻ വരികയാണെന്ന് തോന്നിയേക്കുന്നതാണ്. അപ്പുണ്ണിയുടെ വില്ലനാണല്ലോ ഇയാൾ. അപ്പോൾ ഞാൻ മധ്യധരണിയാഴിയിൽ. അതെ. അപ്പോൾ ഞാൻ ലാലിനോട് അന്ന് പറഞ്ഞത്, ലാലിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, ഇയാളൊരു വൈറ്റ് കോളർ മാനാണ്, വെള്ള ഷർട്ടും വെള്ള മുണ്ടും വൃത്തിയിൽ നടക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല, ആ ചായപ്പടിയിൽ ലാല് വന്നിട്ട് പഴം തൊലിയിരിക്കുന്നത്, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മുണ്ട് മാറ്റി വെച്ച് ചെരുപ്പ് ഊരി വെച്ച് വെള്ളം കുഴിച്ച്, അപ്പോൾ ഗോപിക്കൊക്കെ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എങ്കിൽ പോലും ആ വൃത്തി ലാല് ത്രൂ ഔട്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ലാല് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളായിട്ട് ഒരു സാമ്യമില്ലാതെ അത് ചെയ്തു. ഞാനന്ന് നെടുമുടി വേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളൊരു അപാരമായ ടാലൻ്റ് ഉള്ളത്. വേണു പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം, ഞാൻ പൂച്ചയ്ക്കൊരു മുഖത്തിൽ അഭിനയിച്ചത്. അപ്പോൾ ഒരു നടൻ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ് ചെയ്തത്. നമ്മൾ ആ സിനിമയിൽ ഇപ്പം വൃത്തിയുടെ കാര്യം കൊണ്ടായിരിക്കാം സത്യേട്ടൻ ഇയാൾ പൂച്ച ഇങ്ങനെ കഴിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ആ വൃത്തിയൊക്കെ സൂക്ഷിക്കുന്ന ഇയാൾ പ്രണയം പോലും ഒരു മുണ്ടൊലയാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ക്യാരക്ടർ ആവുക എന്നുള്ളത്. അതേസമയം വിനീതൻ പിള്ള ഇതൊന്നും കയറാത്ത ഒരാളാണ്. പല്ല് പോലും നോക്കില്ല, മുണ്ട് നോക്കില്ല, ഷർട്ട് നോക്കില്ല. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ കയറി വരുന്നത് അതാണ് ഞാൻ പറഞ്ഞൊരു ഹീറോ എന്നുള്ളതിനപ്പുറത്ത് ഇൻട്രൊഡക്ഷനിൽ ലാല് കയറി വരുന്നത് തന്നെ ആ ബനിയൻ്റെ മീതം കൊണ്ടുകൊടുത്തുണ്ടെങ്കിൽ. അപ്പോൾ സ്വന്തം രൂപം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ വിടുക, ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നടൻ്റെ വലിയൊരു മേന്മയാണ്. ഗോപിച്ചേട്ടനൊക്കെ അങ്ങനെയായിരുന്നല്ലോ, വേണു അങ്ങനെയായിരുന്നു. അത് ഒരു ചില ആളുകൾക്ക് ഞാൻ എങ്ങനെ ആയാൽ ശരിയാകുമോ എന്ന്, ഞാനല്ലല്ലോ വേറൊരാളാണല്ലോ. ലാലെപ്പോഴും സംസാരിക്കുമ്പോൾ മറ്റേ സന്മനസ്സുള്ള സമാധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ പണിക്കർ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പണിക്കരാണ്, പണിക്കർക്ക് അപ്പുറത്ത് മോഹൻലാൽ എന്നുള്ള സുഹൃത്തോ വ്യക്തിയോ അല്ല. അപ്പോൾ ഈ സിനിമയിലുണ്ടായിരുന്ന അതുപോലെ ഒരു ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ. പിന്നെ മഞ്ജുവിൻ്റെ വരവ് ശരിക്കും നമുക്കൊന്ന്
പറയേണ്ടത് തന്നെയാണ്. കാരണം മലയാളത്തിൽ ഈ ലാല് നേരത്തെ പറഞ്ഞില്ലേ, കൂടെ നിൽക്കുന്ന ആളുകളുടെ ടാലൻറ്റും അല്ലെങ്കിൽ അവരുടെ കഴിവും അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് വീണ്ടും പ്രതികരിക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കുക, അവർ പ്രതികരിച്ചില്ലേ. അതാണ്. അതുപോലെ നടികളുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറേ പേര് അങ്ങനെ വരേണ്ടതുണ്ട്. ടാലൻറ്റഡ് ആയിട്ടുള്ള മഞ്ജു വന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു നല്ല ആക്ടറോ അല്ലെങ്കിൽ നല്ല ആക്ട്രസോ വന്നാൽ അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കഥകളുണ്ടാവും. ഇപ്പോൾ ഗോപിച്ചേട്ടൻ നല്ല സിനിമകളുണ്ടാവും. ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വന്നപ്പോഴാണ്, ഭരത് ഗോപി എന്ന് പറഞ്ഞ ആൾ ഈ കഷണ്ടി തലയും വെച്ചിട്ട് യവനികയും മറ്റേ കുടിയേറ്റം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിനെ ഹീറോ ആക്കിയിട്ട് സങ്കല്പിച്ച് കഥകളുണ്ടായി. നല്ല കഥ, കാറ്റത്തെ കിളിക്കോട്, ഓർമ്മയ്ക്കായി, മർമ്മരം, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടായി. അദ്ദേഹത്തിനെ സെൻട്രലൈസ് കൊണ്ട് സിനിമകളുണ്ടായി. ഒരു പയ്യൻ ചെറുപ്പകാലത്ത് റഹ്മാൻ എന്നൊരാൾ വന്നപ്പോൾ റഹ്മാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കഥകളുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിൽ വന്നപ്പോൾ ഫഹദ് ഫാസിലിന് ഇണങ്ങുന്ന വിധത്തിലുള്ള സിനിമകളുണ്ടാവണം. അപ്പോൾ മഞ്ജു അഭിനയിക്കാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മഞ്ജുവിന് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അത് അവർക്ക് നമ്മൾ ചോദിച്ചാൽ അവർ വളരെ മെച്ചുവേർഡ് പെർഫോമൻസ് ആണോ മറ്റും, ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അവർ കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് കുറച്ച് കൂടിപ്പോയാലും മോശമായനെ ഒരു ഇയാൾ പറയുന്ന ഒരു എക്സ്പ്രഷനിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അത് വേറെ. അതാണ് എന്താണ് ഇഷ്ടമല്ലാത്തത് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ആലോചിച്ച് നിങ്ങളുടെ ചന്ദനക്കുറി എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. അതാ പറയുന്ന രീതിയിൽ അവൾ ഒരു കാരണം കണ്ടുപിടിച്ചാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഇയാൾ പറഞ്ഞില്ല ജോക്ക് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നത്. പക്ഷേ എവിടെയോ ഇയാളെ ഇഷ്ടപ്പെടുന്നതായിട്ട് പിൽക്കാലത്ത് നമുക്ക് കാണാം. ഇപ്പോൾ എയർപോർട്ട് സീനിലൊക്കെ അയാൾ പാവമാണ്, നല്ലൊരു പേര് എന്ന് പറയുമ്പോൾ വളരെ അത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ വേറെ മീനിങ് ആയി പോകും.